السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിലും സൂറ ബഖറയിലെ 87-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പരിശോധനാ വിധേയമാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഉലൈക അല്ലദീന ഇശ്തറൂൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറതി ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ് വലാ ഹും യുൻസറൂൻ. ഉലൈക അവർ, അക്കൂട്ടർ, അല്ലദീന എങ്ങനെ ഉള്ളവരാണെന്ന് അറിയാമോ? ഇഷ്തറൗ അവർ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, അൽ ഹയാത്ത് ദുനിയ ഇഹലോക ജീവിതത്തെ. അൽ ഹയാത്ത് ജീവിതം, ദുനിയ ലോകം. ഇഹലോക ജീവിതത്തെ അവർ വിലയ്ക്ക് വാങ്ങിയവരാണവർ. ബിൽ ആഖിറത്തി പരലോകത്തിനു പകരം, പരലോക സൗഭാഗ്യങ്ങളെ വിറ്റു. അത് വേണ്ടെന്ന് വെച്ചു. ഞങ്ങൾക്ക് ഇഹലോകത്തിലെ സുഖസൗകര്യങ്ങൾ മതി. അല്ലാഹു തആല തുടർന്ന് പറയുന്നു, ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ് അവർക്ക് ലഘൂകരിക്കപ്പെടുന്നതല്ല. ഫലാ യുഖഫഫു ലഘൂകരിക്കപ്പെടുന്നതല്ല, അൻഹും അവർക്ക്, അൽ അദാബ് ശിക്ഷ, വലാഹും യുൻസറൂൻ അവർ സഹായിക്കപ്പെടുകയുമില്ല. ശിക്ഷ ലഘൂകരിക്കുകയുമില്ല, അവർക്കൊരു സഹായവും ലഭിക്കുകയുമില്ല. അവർ ഇഹലോകം വിറ്റു, പരലോകം വിറ്റ് ഇഹലോകം വിലയ്ക്ക് വാങ്ങിയവരാണ്. ഇതാണ് പ്രസ്തുത വചനത്തിൽ പറയുന്ന പദാർത്ഥങ്ങൾ. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായിട്ട് പറയുന്നത്, പീപ്പിൾ ഹൂ ക്രിയേറ്റ് ഡിസോർഡർ, ഈ കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാർ, പീപ്പിൾ ഹൂ ക്രിയേറ്റ് ഡിസോർഡർ ആൻഡ് പ്രിഫർ ടു ലീവ് എ ലക്സൂറിയസ് ലൈഫ്, സുഖലോലുപതയോടെയുള്ള ഒരു ജീവിതം അവർ മുൻഗണന കൊടുക്കുന്നു. അവർക്ക് സമൂഹത്തിൽ കുഴപ്പം ഉണ്ടാക്കുകയും, ആൻഡ് പ്രിഫർ അവർ മുൻഗണന കൊടുക്കുന്നത്, ടു ലീവ് എ ലക്സൂറിയസ് ലൈഫ് സുഖലോലുപതയുടെ ഒരു അന്തരീക്ഷത്തിൽ, അങ്ങനെ എല്ലാവിധ സമൃദ്ധിയോടും കൂടി ഇഹലോകത്ത് ആസ്വദിച്ച് ആഹ്ലാദിച്ച്
നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സുഖസമ്പൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. ആൻഡ് പ്രിഫർ ടു ലീവ് എ ലക്ഷൂറിയസ് ലൈഫ് ഇൻ ദിസ് ടെമ്പറൽ എബോർഡ്. ഇതൊരു താൽക്കാലികമായ വാസസ്ഥലമാണ്, ഇറങ്ങി താമസിക്കുക എന്ന നടമാണ്. നമ്മൾ എവിടെ നിന്നോ വന്നവരാണ്, ഇവിടെ താൽക്കാലികമായി താമസിക്കാൻ ഒരിടം കിട്ടിയതാണ്. ഇതൊക്കെ വിൽ നോട്ട് ബി ലിവിങ് എ പീസ്ഫുൾ ലൈഫ് ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഇങ്ങനെയുള്ള ഇവർ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം വിധിനാളിൽ അവർക്ക് ലഭിക്കുകയില്ല. ഇങ്ങനെയാണ് ഇഹലോകത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലെ കുഴപ്പം ഉണ്ടാക്കുവാനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഏത് പ്രവൃത്തിയും ഡിസോർഡറാണ്, കുഴപ്പമുണ്ടാക്കലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇഹലോകത്ത് നല്ല സുഖസൗകര്യത്തോടു കൂടി ജീവിക്കുന്നതിന് എന്തൊക്കെ ആണോ വേണ്ടത് അതിൻ്റെ പുറകിലായിരിക്കും അവരുടെ ജീവിതം. അങ്ങനെ അവർ സുഖലോലുപതയുടെ മടിത്തട്ടിൽ ഇവിടെ കഴിയും ഈ താൽക്കാലിക ലോകത്ത്. പക്ഷേ അവർക്ക് വിധിനാളിൽ യാതൊരു വിധത്തിലുള്ള സമാധാനവും അവിടെ ലഭിക്കുകയില്ല. നോ വൺ വിൽ പ്ലീഡ്. ഒരാളും വാദിക്കുവാനുണ്ടായിരിക്കില്ല. ഓർ ഫൈറ്റ്, അഥവാ ഒരാളും അവനു വേണ്ടി പോരാടാൻ മുന്നിൽ നിന്ന് സുരക്ഷിതത്വം ഒരുക്കുവാൻ ഉണ്ടായിരിക്കില്ല. ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ ഒരാളും അന്ന് ഈ ഒരാളെയും രക്ഷിക്കാനുണ്ടായിരിക്കില്ല. ഈ സുഖലോലുപതയിൽ കഴിയാനും കുഴപ്പമുണ്ടാക്കുവാനുമായി ശ്രമിച്ചു കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ഓരോന്നോരോന്നിനെയായിട്ട് അല്ലാഹു തആല തൂക്കി അങ്ങെടുക്കും. എന്നാൽ ആർക്ക് വേണ്ടിയൊക്കെയാണോ ഇവിടെ പ്രയത്നിച്ചു കൊണ്ടിരുന്നത്, ഈ സുഖലോലുപതയ്ക്ക് വേണ്ടി ആരോടൊപ്പമൊക്കെ ചേർന്നാണോ ശ്രമിച്ചു കൊണ്ടിരുന്നത്, ഇവരിൽ ആരും തന്നെ ആ സുഖാനുഭവം അനുഭവിച്ചതിൻ്റെ പേരിലോ മറ്റോ ഈ ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരിക്കില്ല. നോ ലോയർ, ഒരു വക്കീലും ഉണ്ടായിരിക്കത്തില്ല. വക്കീലെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആളിനാണ്. നമ്മുടെ ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തി ഇപ്പോൾ കോടതിയിൽ തന്നെ ബോധിപ്പിച്ച് നമ്മുടെ ഭാഗം ശരിയാണ് എന്ന് വാദിക്കുവാനും സമർത്ഥിക്കുവാനും കഴിവുള്ള ആൾക്കാണ് ലോയർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ഒരു വക്കീലും ഉണ്ടായിരിക്കില്ല. ഓർ ഡിയറസ്റ്റ് വൺസ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തവർ. ഇപ്പം അടുത്തവരായിട്ട് മാതാപിതാക്കൾ പറയുന്നത് എൻ്റെ മക്കൾ എന്നൊക്കെയായിരിക്കും പറയുന്നത്. അപ്പോൾ ഒരു ഡിയറസ്റ്റ് വൺസും, അതൊക്കെ ഒരു ടൈം വരെ ഉള്ളൂ. ആ ടൈം കഴിയുമ്പോൾ അവരങ്ങ് പറന്ന് പോയിക്കോളും. ഡിയറസ്റ്റ് വൺസ്, അങ്ങനെ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ എന്ന് കരുതിയിരുന്നത് പോലും നമുക്ക് അവിടെ വാദിക്കാനോ നമ്മളെ രക്ഷപ്പെടുത്തുവാനോ ഉണ്ടായില്ല. വിൽ ബി ഓൺ വൺ സൈഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ആർക്കും അവിടെ ഒരു സ്ഥാനവും ഇല്ല കേട്ടോ. കാരണം അല്ലാഹു തആല പരിപൂർണമായ വിധികർത്താവുമാണ്, വാദിക്കുന്നവനുമാണ്. തെളിവുകൾ മുഴുവൻ അവരുടെ മുമ്പിൽ നിരത്തി കൊടുക്കുവാൻ അല്ലാഹുവിന് കഴിയും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുനിമിഷ പ്രവർത്തനങ്ങൾ റെക്കോർഡിംഗ് ആയിട്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഇരിക്കുക, അവൻ കണ്ടുകൊണ്ടിരിക്കുക. അത് മുഴുവൻ അവരുടെ മുമ്പിൽ തന്നെ പ്രദർശിപ്പിച്ചു കൊടുക്കുമ്പോൾ വാദിയുടെയും പ്രതിയുടെയും ഒന്നും കാര്യമില്ല. കുറ്റം ചെയ്തവൻ തന്നെ അവൻ എങ്ങനെ ജീവിച്ചതെന്ന് അവൻ തന്നെ ബോധ്യപ്പെടും. അവന് മറുത്തൊന്നും പറയുവാൻ ഒക്കാത്ത നിലയിലായിരിക്കും. തുടർന്ന് ഖലീഫത്തുള്ള പറയുന്നു, ദ വേഴ്സ് ആൾസോ പോയിൻറ്റ്സ് ടു ദ ഫാക്ട്. ഒരു വസ്തുതയിലേക്ക് ഈ വചനം വിരൽ ചൂണ്ടുന്നു. ദാറ്റ് ദ ജൂസ്, ഈ ജൂതന്മാർ,
നമ്മൾ കുടിക്കുന്ന ജ്യൂസല്ല. ഇതിവിടെ ജൂതന്മാർ ഹൂ ഒപ്പോസ് ദ ഹോളി പ്രൊഫറ്റ്, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തിരുന്ന ജൂതന്മാർ ഹാഡ് എൻറ്റയർലി ബികം വേൾഡ്ലി മൈൻഡഡ്. അവർ എൻറ്റയർലി ബികം, പൂർണ്ണമായിട്ടും അവർ ആയിത്തീർന്നിരുന്നു വേൾഡ്ലി മൈൻഡഡ്, ഇഹലോക കാര്യങ്ങളിൽ മാത്രം മനസ്സ് കേന്ദ്രീകൃതമായ ആളുകളായിരുന്നു. അവർക്ക് ഈ ആത്മീയ കാര്യങ്ങളോ അതിനെക്കുറിച്ചുള്ള ചിന്തയോ ഒന്നും ഇല്ലാത്ത ആളുകൾ, ഇഹലോക സൗഖ്യവും സുഖവും ഉയർച്ചയും മേന്മയും ഒക്കെ നേടുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാടിലായിരുന്നു അവരുടെ. അത് പറയുന്നത് ഹാഡ് എൻറ്റയർലി ബിക്കം വേൾഡ്ലി മൈൻഡഡ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തവർ മുഴുവൻ ഇഹലോക സുഖങ്ങളിൽ സംതൃപ്തി കണ്ടെത്തിയവരായിരുന്നു. ഫർഗറ്റിംഗ് ഓൾ അബൌട്ട് ദ നെക്സ്റ്റ് ലൈഫ്. അവർ പരലോക ജീവിതത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം വിസ്മരിച്ചവരായിരുന്നു. അതൊക്കെ മരിച്ചതിന് ശേഷമൊക്കെ അല്ലയോ എന്നുള്ള ഒരു ചിന്തയിൽ അവരതങ്ങ് വിസ്മൃതിയിലേക്ക് വിട്ടു. അത് ഓർക്കുന്നില്ല എങ്കിൽ പിന്നെ അത് അവിടെ അവസാനിച്ചു. നമ്മളിപ്പോൾ ഇപ്പം പിതാവും പുത്രനുമാണെന്നിരിക്കട്ടെ, അങ്ങ് വിദൂരതയിലായി, തിരിച്ച് പരസ്പരം വരുന്നില്ല, കാണുന്നില്ല. കുറേ കാലങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അങ്ങനെ അതങ്ങ് അവസാനിക്കും. അപ്പോൾ ഇതുപോലെ മരിച്ചതിന് ശേഷമുള്ള കാര്യം അത് അന്നേരം ചിന്തിക്കാം എന്ന് പറയുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള ആളുകൾക്കൊന്നും ഈ പറഞ്ഞ നന്മയുടെ പ്രകാശം അങ്ങോട്ട് എത്താത്ത നിലയിൽ അവർ അതിനെ തിരസ്കരിച്ച് കളഞ്ഞവരാണ്. ഫോർഗെറ്റിംഗ് ആൾ അബൌട്ട് ദ നെക്സ്റ്റ് ലൈഫ്. അടുത്ത ലോക ജീവിതത്തെക്കുറിച്ച്, പരലോക ജീവിതത്തെക്കുറിച്ചെല്ലാം മറന്നവരാണ്. സോ ദേ ഡിസേർവ്ഡ് നോ മേഴ്സി. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തിയിട്ടും അവരതിനെ അവഗണിച്ച് തള്ളിക്കളഞ്ഞതിൻ്റെ പേരിൽ സോ ദേ ഡിസേർവ് നോ മേഴ്സി. അവരോട് ഒരു അനുകമ്പയും കാട്ടേണ്ട കാര്യമില്ല. കാരണം താണ് വീണ് കേണ് പറഞ്ഞതാ അവരോട് ഈ വസ്തുതകളൊക്കെ. പക്ഷേ അവരിതിനെയൊക്കെ അവഗണിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കുകയും അതിനോട് പങ്കുചേർന്ന് നിൽക്കുകയും സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യാതെ തങ്ങളുടെ സുഖലോലുപതയിൽ മാത്രം ഒതുങ്ങിക്കഴിയുവാൻ ശ്രമിക്കുന്നതായ ആളുകളെ പറ്റി പറയുന്നത് സോ ദേ ഡിസേർവ് നോ മേഴ്സി. അവരോട് ഒരു അനുകമ്പയും കാണിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. ആൻഡ് ദെയർ ബീങ് നോ എക്സ്റ്റെന്യുവേറ്റിംഗ് സർക്കംസ്റ്റൻസസ്. അതുകൊണ്ട് അവിടുത്തെ പരലോകത്തിലെ ആ സാഹചര്യങ്ങളൊന്നും ലഘൂകരിക്കപ്പെടുകയില്ല, അഥവാ ഉഗ്രത കുറയ്ക്കുകയില്ല. അവരങ്ങനെ ചെയ്ത പ്രവർത്തനങ്ങളുമായിട്ടാണ്, അങ്ങനെ നിഷേധിച്ച നിഷേധവുമായിട്ടാണ് അവരവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദെയർ പണിഷ്മെൻറ്റ് വുഡ് നോട്ട് ബി ലൈറ്റൻഡ്. അങ്ങനെയുള്ളവരുടെ ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്നും കരുതണ്ട. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യവും ആണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പരിശുദ്ധ റമളാനിലെ 14-ാം ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണെന്ത്? ഉലായിക്കല്ലദീന ഇശ്തറൗ ഹയാത്ത ദുനിയാ. ഇഹലോക ജീവിതത്തെ അവർ വിലയ്ക്ക് വാങ്ങിയവരാണ്. ബിൽ ആഖിറത്തി, പരലോകത്തിനു പകരം. ഇപ്പോഴും പരിശുദ്ധ റമളാൻ മാസത്തിൽ എന്തോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വ്രതാനുഷ്ഠാനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളും കുറവുകളും പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ തിരുമുമ്പിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. സംഭവിച്ചു പോയി, ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് മാപ്പാക്കണം, സ്വർഗത്തിലിടം നൽകണം, നരകത്തിലേക്കുള്ള അഗ്നിയിൽ
ഞങ്ങളെ കൊണ്ടുപോകരുത്. ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഭക്തകൾ പള്ളികളിലും വീടുകളിലും വിശുദ്ധ ഖുർആൻ ആലാപനത്തിലും ഈ വചനങ്ങളുടെ ആന്തരികമായ സത്ത ഉൾക്കൊള്ളുന്നതിനായിട്ടുള്ള ശ്രമത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ആളുകളും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് ഒരു പരിഗണനയും കൊടുക്കാതെ, പകലൊക്കെ നമ്മൾ പട്ടിണി ഇരുന്നതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല ചാപ്പാട് ഉണ്ടാക്കി വെച്ച് കഴിയുക. നമ്മൾ ചുറ്റുപാടും കൂടി കണ്ണോടിക്കണം. ആരെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസത്തിലും കഷ്ടതയിലും ഉണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന് മാത്രം. എന്തിനേറെ നിങ്ങളൊരു ഈ അത്യുഷ്ണം ഇപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന വൃക്ഷങ്ങളുണ്ടല്ലോ, വൃക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ചെടികൾക്ക് സസ്യങ്ങൾക്ക് ഒക്കെ ഒരിറ്റ് വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ വയ്യാത്ത ഒരാൾ ദാഹാർത്തനായി നിൽക്കുകയാണ്. എന്തിനാണ് ആ ആൾ നിൽക്കുന്നത് എന്ന് നിങ്ങളുടെ കണ്ണ് നിങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈ കണ്ണുകൊണ്ട് അർത്ഥമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ജലസേചനം പോലും എന്തിന് സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും നൽകുന്ന ജലസേചനം, അത് ഒരു പക്ഷേ നാളെ ആയിരക്കണക്കിന് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ പക്ഷികൾ വന്ന് അഭയം തേടുന്ന ഒരു സ്ഥലമായി ആ വൃക്ഷച്ചൂട് മാറാം, ആ വൃക്ഷശിഖരത്തിൽ ആകാം. അതിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങൾ പ്രയോജനകരങ്ങളാകാം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതുപോലെ പറന്ന് എത്തുന്ന പറവകൾ നൂറുകണക്കിന് ഒരു പക്ഷേ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടാവും ദാഹാർത്തരായി. അവർക്ക് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരിറ്റു ജലം അതിനു വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലവും റെക്കോർഡിംഗായിട്ട് നമുക്ക് വരുന്നതാണ്. ചുരുക്കത്തിൽ ഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളും ചെടികളും സസ്യങ്ങളും ഒക്കെ നമുക്ക് പ്രതിഫലം നൽകുന്ന, നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തുന്ന ഇബാദത്തിൽ നമുക്ക് മുഴുകുവാൻ നമുക്ക് കഴിയും. ഇതിൽ നിന്നുള്ള ഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ആ ഫലങ്ങൾ മറ്റ് പക്ഷികളോ അല്ലെങ്കിൽ മൃഗങ്ങളോ മനുഷ്യരോ കഴിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ലോകം വിട്ടു പോയിരുന്നിരിക്കും. പക്ഷേ അവിടെ റെക്കോർഡിംഗായിട്ട് നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ സൽഫലത്തിൻ്റെ പ്രോഫിറ്റ് അങ്ങോട്ട് ഖബറിലേക്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ചാണ് സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ ഒരു വൃക്ഷത്തിന് നൽകുന്നതും ഒരു പക്ഷിക്ക് നൽകുന്നതും ഒരു മൃഗത്തിന് നൽകുന്നതും ഒക്കെ സദഖയാണ്. ഇതും ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരുവൻ്റെ ലാസ്റ്റ് ടൈം വരെയും അവന് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റും. അപ്പം മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ മറ്റിതര സൃഷ്ടിജാലങ്ങൾക്കും അത് സഞ്ചരിക്കുന്നതും സഞ്ചരിക്കാത്തതുമായ സൃഷ്ടികൾക്കും സേവനം ചെയ്യുന്നതൊക്കെ അള്ളാഹുവിൻ്റെ പക്കൽ പ്രതിഫലദായകങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് മുതൽക്കൂട്ടായിട്ട് പാരത്രിക ലോകത്തേക്ക് കൊണ്ടുപോകുവാൻ കഴിയും. പക്ഷേ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാത്ത മറ്റൊന്നും ഇല്ല, അവനാണ് സമസ്തവും നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. അവൻ്റേതെടുത്ത് അങ്ങോട്ടൊന്ന് കൊടുക്കുക അവൻ്റെ സൃഷ്ടിക്ക്. നിൻ്റെ മനസ്സെങ്ങനെയാണ് എന്നറിയുന്നതിന് വേണ്ടി, നിൻ്റെ കർമ്മപഥം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും കാരുണ്യത്തിൻ്റെ ചിറക് വിടർത്തി കൊടുത്ത പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യരായി നമ്മളിവിടെ പുനരവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിനാണ് അല്ലാഹു തആല ഈ നൂറ്റാണ്ടിൽ അറിയിച്ചു കൊടുത്തത്. എന്ത്? എറൈസ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ വേൾഡ്. നിങ്ങളിൽ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുക, അത് വ്യാപിക്കട്ടെ ആ പുതു ലോകം. അങ്ങനെ നമ്മളൊരു പുതിയ മനുഷ്യനായി മാറട്ടെ. ഇസ്ലാം എന്ന് പറഞ്ഞ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒരു തേരോട്ടമായിരിക്കട്ടെ നമ്മുടെ ദിനരാത്രങ്ങൾ.
അതിനു വേണ്ടിയുള്ള പ്രയാണമായിരിക്കട്ടെ നമ്മുടെ ദിനരാത്രങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അതിമഹത്തായ അനന്തമായ പ്രതിഫലം ലഭിക്കുന്നതിന് പര്യാപ്തമായ പരിശുദ്ധമായ റമളാൻ മാസത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ വിശപ്പും ദാഹവും സഹിച്ച് ഇരിക്കുന്നത് മറ്റുള്ളവരുടെ വിശപ്പും ദാഹവും മനസ്സിലാക്കുന്നതിനും അവർക്ക് വിശപ്പും ദാഹവും മാറ്റുന്നതിനും വേണ്ടിയുള്ള പ്രചോദനമായിരിക്കും. അതുകൊണ്ടാണ് ഈ സൽപ്രവർത്തനത്തിന് അല്ലാഹു തആല വില നിശ്ചയിച്ചിട്ടില്ലാത്തത്. അവനെന്താണ് ഇതിന് പ്രതിഫലം നൽകുന്നതെന്ന് അവന് മാത്രം അറിയാവുന്ന അതിമഹത്തായ ഒരു കർമ്മത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആന്തരിക രംഗങ്ങളും കൂടി നമ്മൾ അറിയുമെങ്കിൽ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ നിലനിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അപ്രകാരമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും 14-ാം റമളാൻ ദിനത്തിൻ്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇന്നിവിടെ അവസാനിപ്പിക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമ്മൾ വീണ്ടും പുതിയ ഒരു വചനവുമായി സന്ധിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.